എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 33 ശ്ലോകം 35, 36, 37, 38, 39, 40 6 ശ്ലോകങ്ങള് ഇന്ന് നമുക്ക് നോക്കാം. ഈ 6 ശ്ലോകങ്ങളോട് കൂടിയിട്ട് പ്രസിദ്ധമായിട്ടുള്ള വളരെ മഹാത്മ്യമേറിയ ഈ രാസ പഞ്ചാധ്യായി ഇവിടെ സമാപിക്കുന്നു. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 35. യത്പാദ പങ്കജ പരാഗ നിഷേവ തൃപ്ത യോഗപ്രഭാവ വിദുദാഖില കർമ്മബന്ധ സ്വൈരം ചരന്തി മുനയോപി ന ദഹ്യമാനാ തസ്യേച്ഛയാ തവ പുഷ കുതയേവ ബന്ധ. യാതൊരു ഭഗവാന്റെ താമരപ്പൂ പോലെ മനോജ്ഞമായിരിക്കുന്ന പാദത്തിലെ ധൂളികള് സേവിക്കുന്നത് കൊണ്ട് തന്നെ സകല വിഷയാശകളും നശിച്ച് പരമതൃപ്തന്മാരായിരിക്കുന്ന ഭക്തന്മാരും യാതൊരു ഭഗവാന്റെ പാദപങ്കജത്തെ ഹൃദയമധ്യത്തിൽ ധ്യാനിക്കുന്നതിന്റെ ശക്തി കൊണ്ട് സമസ്ത കർമ്മബന്ധങ്ങളെയും നശിച്ചിരിക്കുന്ന യോഗികളും വേദാന്ത ശാസ്ത്ര വിചാരത്താൽ ജീവബ്രഹ്മൈക്യത്തെ മനനം ചെയ്തുകൊണ്ടിരിക്കുന്ന ജ്ഞാനികളും കർമ്മബന്ധമില്ലാത്തവരാകയാൽ ഇഷ്ടം പോലെ സഞ്ചരിക്കുന്നുവോ അങ്ങനെയുള്ള വൈഭവം അവർക്ക് നൽകിയിരിക്കുന്നവനും സ്വേച്ഛയാ സ്വരൂപം ധരിച്ചിരിക്കുന്നവനുമായ ആ ഭഗവാന് പിന്നെ കർമ്മബന്ധം ഉണ്ടാകുന്നത് എങ്ങനെയാ? ഒരിക്കലും ഇല്ല എന്നതാണ്. ഇതിനു മുമ്പത്തെ ശ്ലോകത്തിന്റെ ബാക്കി അതൊന്നും കൂടി വിസ്തരിച്ചു പറയാണ് ഈ ശ്ലോകത്തില്. ഗോപീനാം തൽപദീനാം ച സർവേഷാമേവ ദേഹിനാം യോ അന്തശ്ചരതി സോധ്യക്ഷ ക്രീഡനേനേകദേഹഭാഗ്. ഈ ശ്ലോകം കൊണ്ട് ഗോപികളെ പരതാരം എന്ന് പറയാൻ പാടില്ല എന്ന് അങ്ങനെ പറഞ്ഞിട്ട് അവരുടെ പരമ സൂക്ഷ്മാർത്ഥം ധരിപ്പിക്കുകയാണ്. ഗോപികളുടെയും അവരുടെ ഭർത്താക്കന്മാരുടെയും എന്ന് മാത്രമല്ല സർവദേഹികളുടെയും ഉള്ളിൽ യാതൊരു ഭഗവാൻ സഞ്ചരിക്കുന്നുവോ ബുദ്ധ്യാദികളെ പ്രേരിപ്പിക്കുന്ന ആ ശ്രീകൃഷ്ണൻ ലീല കൊണ്ട് ദേഹം എടുത്തവനായിരിക്കുന്നു. ഭഗവാൻ ഒരു ലീല അങ്ങനെ ഒരു ദേഹം സ്വീകരിച്ചിരിക്കുന്നു. സർവാന്തര്യാമിയായ പരമാത്മാവിന് ഒരാള് പരനെന്നും മറ്റൊരാള് സ്വന്തം എന്നുള്ള ഭേദം എങ്ങനെ ഉണ്ടാവുക അല്ലെ? ഈശ്വരൻ എല്ലാവരും ഒരുപോലെ അല്ലേ? അതുകൊണ്ട് സർവസമനായിരിക്കുന്ന ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഗോപികള് പരതാരങ്ങളല്ല. ഏന വിന ന തൃണമഭി ചലതി. യാതൊരുവനെ കൂടാതെ തൃണം കൂടി ചലിക്കുന്നില്ല. സർവാന്തര്യാമിയായ പരമാത്മാവിന്റെ പ്രേരണയാൽ സകല ചരാചരങ്ങളും അതാത് വിഷയങ്ങളിൽ പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് ഈ ലോകം മുഴുവനും പരമാത്മ സംബന്ധി തന്നെയാകയാൽ ഗോപികളെ പരതാരങ്ങൾ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. പിന്നെ പരതാര അഭിമർശന പാപം എങ്ങനെ ഉണ്ടാവുക എന്ന് ചോദിക്കണം. അനുഗ്രഹായ ഭൂതാനാം മാനുഷം ദേഹമാസ്ഥിത ഭജതേ താദൃശീ ക്രീഡ യാ ശ്രുത്വാ തൽപരോ ഭവേൽ. ആപ്തകാമനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ പിന്നെ ഈ വിനോദം ചെയ്തത് എന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയുകയാണ്. സകല ജീവികളെയും അനുഗ്രഹിക്കാനായി മനുഷ്യദേഹം സ്വീകരിച്ച ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഏതേത് വിധ കഥകൾ കേട്ടാൽ ജനങ്ങള് ആ കഥകളിൽ താല്പര്യമുള്ളവരായി ഭവിക്കുമോ അങ്ങനെയുള്ള ആ ലീലകളെല്ലാം ഭഗവാൻ സ്വീകരിക്കണം. തന്റെ പേരിൽ മനസ്സുറയ്ക്കുമ്പോൾ മാത്രമേ ജീവികള് ഉദ്ഗതി പ്രാപിക്കുള്ളൂ. അതിനുവേണ്ടി കർമ്മകാണ്ഡത്താൽ ഭഗവാൻ കർമ്മത്തിൽ അധികാരികളായിരിക്കുന്ന ജീവികളെ സൽക്കർമ്മത്തിൽ പ്രവർത്തിപ്പിക്കാനായിട്ട് ലോകോപകാരങ്ങളായ കർമ്മങ്ങളും ജ്ഞാനത്തിന് അധികാരികളായവർക്ക് ജ്ഞാനയോഗവും
ഏതുവിധം ഉപദേശിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്തുവോ. ശൃംഗാരരസത്തിൽ താല്പര്യമുള്ള ബഹുമുഖന്മാരെയും അതിങ്ങനെ ആസക്തിയുള്ളവരാക്കി തീർക്കാനായിട്ട് രാസലീലയും അതേപോലെ പറഞ്ഞു. അത്രേ ഉള്ളൂ. നാസൂയൻ ഖലു കൃഷ്ണായ മോഹിതാസ്തസ്യ മായയാ മന്യമാനാ സ്വപാർശ്വസ്ഥാൻ സ്വാൻ സ്വാൻ ദാരാൻ വ്രജൗകസ. ഭഗവാന്റെ മായാശക്തി കൊണ്ട്, ആ മായാശക്തിയാൽ മോഹിപ്പിക്കപ്പെട്ട ഗോപന്മാര് അവരവരുടെ ഭാര്യമാരെല്ലാം അവരവരുടെ അരികത്ത് ഇരിക്കുന്നുണ്ടെന്നുള്ള വിചാരമുള്ളവരായിരുന്നു. ഭഗവാന്റെ അടുത്ത് രാസക്രീഡയ്ക്ക് പോയല്ലോ. എന്തുകൊണ്ടാ ഈ ഗോപസ്ത്രീകളുടെ ഭർത്താക്കന്മാര് ഒന്നും പറയാതിരുന്നതെന്ന് ചോദിച്ചതിനുള്ള സമാധാനം പറയാൻ, അവർക്ക് അവരുടെ ഭാര്യമാര് അവരുടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. ഭഗവാന്റെ അടുത്ത് അവര് ക്രീഡിച്ചുകൊണ്ടിരുന്നപ്പോഴും അവരുടെ ഭർത്താക്കന്മാരുടെ അടുത്ത് ഈ ഗോപസ്ത്രീകൾ ഉണ്ടായിരുന്നു. അതാണ് ഭഗവാന്റെ മായ. അപ്പൊ എന്താ കൃഷ്ണനെ കുറിച്ച് നിന്ദാഭാവം ഒന്നും അവർക്കുണ്ടായില്ല. ഇതുകൊണ്ട് എന്താ ഇപ്പൊ ഇതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്? ലോകത്തിലെ ആചാരത്തെ തെറ്റി നടക്കുന്ന ചില കുബുദ്ധികള് നിന്ദിത കർമ്മത്തെ സാധൂകരിക്കാനായിട്ട് ഭഗവാൻ അങ്ങനെ ചെയ്തില്ലേ എന്നുപോലെ ഞങ്ങളും ചെയ്യും എന്ന് പറയുന്നത് കൊണ്ട് അവർക്ക് ഇങ്ങനെയുള്ള പ്രഭാവമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇന്ദ്രിയവശന്മാരായിട്ടുള്ള അവരുടെ വാക്കിനെയും പ്രവൃത്തിയെയും ഒരിക്കലും അംഗീകരിക്കാൻ പാടില്ല. അത് തന്നെ ഭഗവാന്റെ മായാവിലാസം അല്ലെ. ആ അക്ഷയപാത്രത്തിൽ നിന്ന് ഒരു ചീരയില ഭഗവാൻ ഭക്ഷിച്ചപ്പോ ആ ദുർവാസസിനും ശിഷ്യഗണങ്ങൾക്കും ഒക്കെ മൃഷ്ടാന്ന ഭോജനത്തിന്റെ തൃപ്തി അനുഭവപ്പെട്ടു അല്ലെ. അതുപോലെ തന്നെയാണ് രാസലീല എന്ന നാട്യം കൊണ്ട് ഗോപന്മാർക്ക് എല്ലാവർക്കും തന്നെ സംതൃപ്തി ലഭിച്ചിരിക്കുന്നു. അപ്പൊ ഈ പരതാര സ്വീകരണം അത് വെറുതെ പറയണതാണ്. ഇത്രയുള്ളൂ. മൂഢന്മാരാണ് ഇതൊന്നും മനസ്സിലാക്കാതെ ഇങ്ങനെയൊക്കെ പറയുള്ളൂ. ബ്രഹ്മരാത്ര ഉപാവൃത്തേ വാസുദേവാനുമോദിത അനിച്ഛന്ത്യോയോർഗോപ്യ സുഗൃഹാൻ ഭഗവത്പ്രിയാഃ. എന്നതാ രാജാവിന്റെ സംശയ നിവൃത്തിയൊക്കെ വരുത്തി അതിനുശേഷം രാസലീല ഉപസംഹരിക്കുന്നു ശ്രീ ശുഖബ്രഹ്മർഷി. അങ്ങനെ ക്രീഡിച്ചുകൊണ്ടിരുന്ന ഗോപസ്ത്രീകള് ബ്രാഹ്മ മുഹൂർത്ത സമയത്തില് ഭഗവാന്റെ അനുമോദനവും ആജ്ഞയും അനുസരിച്ച് സ്വന്തം ഭവനങ്ങളിലേക്ക് പോയി. ഇനി പൊക്കോളൂ നിങ്ങളെല്ലാവരും എന്ന് പറഞ്ഞു. ഭഗവാനെ വിട്ടുവരാൻ ഒട്ടും അവർക്ക് താല്പര്യമില്ല. എന്നാലും വിശുദ്ധമായിട്ടുള്ള ആ അന്തർക്കരണത്തിലിരുന്ന് സകലരെയും തന്റെ കാര്യങ്ങളിൽ പ്രേരിപ്പിക്കുന്ന ആ വാസുദേവന്റെ പ്രേരണ കൊണ്ട് അവർക്ക് അവരങ്ങോട്ട് പോയി എന്ന് മാത്രമേ ഉള്ളൂ. അവർക്ക് ഒട്ടും അവിടുന്ന് പോകാൻ അവർക്ക് തോന്നുമോ ഭഗവാന്റെ അടുത്തുനിന്ന്? പക്ഷെ ഭഗവാന്റെ തന്നെ പ്രേരണ കൊണ്ട് അവർ പോയി എന്ന് മാത്രം. ബ്രാഹ്മ മുഹൂർത്തത്തില് ആ ഗൃഹിണികള് അവർക്ക് അവിടെ ഗൃഹത്തിലേക്ക് എഴുന്നേറ്റിരുന്ന ഗൃഹകൃത്യങ്ങൾ നടത്തണം ആവശ്യമുണ്ട് അല്ലെ. അപ്പോ ഭഗവാൻ അവരോടൊരുമിച്ച് ആ സമയത്ത് വ്രജത്തിലേക്ക് വന്നു. സത്വം വിശുദ്ധം വസുദേവ ശബ്ദിതം. വസുദേവൻ എന്ന ശബ്ദത്തിൽ ആ വിശുദ്ധമായ, അതാണ് ആ വസുദേവൻ എന്നാണ് ഇവിടെ ഇത് വാക്ക് പ്രയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വിശുദ്ധമായ അന്ധകരണം അതാണ് മനസ്സിലാക്കേണ്ടത്. അതില് ശോഭിക്കുന്നവനായതുകൊണ്ട് വാസുദേവൻ പരമാത്മാവ്. ആ പ്രേമം കൊണ്ട് ഗോപികളുടെ ഉള്ളിൽ പ്രകാശിക്കുന്ന ആ വാസുദേവന്റെ അനുമോദനത്താൽ അവരാദ്യം ഉപേക്ഷിച്ച ആ ഗൃഹങ്ങളെയൊക്കെ ആ വാസുദേവനിൽ നിന്ന് ഭിന്നമായിക്കൊണ്ട് അവര് പിന്നെയും സ്വീകരിച്ചു. ഭഗവാന്റെ പ്രേരണ കൊണ്ട് അതൊക്കെ ഉപേക്ഷിച്ചു. പിന്നെ ഭഗവാന്റെ പ്രേരണ കൊണ്ട് തന്നെ വീണ്ടും സ്വീകരിച്ചു. അത്രയേ ഉള്ളൂ. ഭഗവത് പ്രിയകളായ അവർക്ക് ഭഗവാന്റെ ആജ്ഞയെ ഉല്ലംഘിക്കാൻ സാധിച്ചില്ല. അന്തര്യാമിയായ പരമാത്മാവിന്റെ പ്രേരണയെ ആർക്കാ അതിക്രമിക്കാൻ ആർക്കും കഴിയില്ല. ഭഗവത് സാക്ഷാത്കാരം സിദ്ധിച്ചവര് ആ ഗൃഹത്തിൽ തന്നെ ഇരുന്ന് അതിനുചിതങ്ങളായിട്ടുള്ള ധർമ്മങ്ങളൊക്കെ നടത്തുന്നത് കൊണ്ട് യാതൊരു ഹാനിയും അവർക്ക് സംഭവിക്കില്ല. അതാണ് അതിന്റെ അർത്ഥം. വിക്രീഡിതം വ്രജവധൂഭിരിതഞ്ച വിഷ്ണു ശ്രദ്ധാന്വിതോനുശൃണുയാദഥ വർണ്ണയേത്യ ഭക്തിം പരാം ഭഗവതി പ്രതിലഭ്യ കാമം ഹൃദ്രോഗമാശ്വാപഹിനോത്യാചിരേണ ധീര. രാസലീല. ഈ രാസക്രീഡ എന്ന മഹത്തായിട്ടുള്ള മഹാത്മ്യമേറിയ ഈ അധ്യായം കേൾക്കുകയോ വർണ്ണിക്കുകയോ ചെയ്യുന്നത് കൊണ്ടുള്ള ഫലം പറയുകയാണ് ഈ ശ്ലോകത്തില്. ഭഗവാൻ ശ്രീ വാസുദേവൻ ഗോപസ്ത്രീകളോട് ചേർന്ന് നടത്തിയ ഈ രാസക്രീഡ ഏതൊരാളെ ശ്രദ്ധായുക്തനായി കേൾക്കുകയോ അന്യർക്ക് വർണ്ണിച്ച് കേൾപ്പിക്കുകയോ ചെയ്യുന്നുവോ അദ്ദേഹത്തിന് ഭഗവാനിൽ പരമഭക്തി ജനിക്കുകയും ഹൃദയത്തിൽ അനർത്ഥരൂപമായിരിക്കുന്ന കാമത്തെ ഉപേക്ഷിക്കാൻ ധൈര്യമുണ്ടാവുകയും ചെയ്യും.
അനേകം ഗോപസ്ത്രീകളോട് ചേർന്ന് രമിച്ചിട്ടും വീര്യം സ്ഖലിക്കാതെ നിർത്താൻ തക്കമുള്ള അത്രയും വൈഭവമുള്ള കമലാകാന്തന്റെ കാമവിജയ രൂപമായ ലീല കേൾക്കുകയോ വർണ്ണിക്കുകയോ ചെയ്യുന്നവർക്ക് സകല അനർത്ഥത്തിനും ഹേതുഭൂതമായ കാമത്തെ ജയിക്കാൻ തക്ക സാമർഥ്യം നൽകി ഭഗവാന്റെ ആ പാദഭക്തിയാൽ അവരുടെ ഹൃദയം നിർമ്മലമായി ഭവിക്കത്തക്കവണ്ണം ഭഗവാൻ അവരെ അനുഗ്രഹിക്കും. അതാണ് അതിന്റെ അർത്ഥം. ഈ സാരസർവത്വം പ്രകാശിപ്പിക്കുവാനാകുന്നു. അതിനു വേണ്ടിയിട്ടാണ് ബ്രഹ്മാതിജയ സംരൂഢ ദർപ്പ കന്ദർപ്പ ദർപ്പഹ ജയതി ശ്രീപതിർ ഗോപീരാസമണ്ഡല മണ്ഡിത എന്ന മധുരഗാനത്തോടുകൂടി ശ്രീധരസ്വാമികള് ആ രാസപഞ്ചാധ്യായി വ്യാഖ്യാനം ആരംഭിച്ചത് എന്നതാ പ്രത്യേകം പറയണം. ഈ രാസക്രീഡ എന്ന ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ രാസക്രീഡാവർണ്ണനം നാമ ത്രയത്രിംശോऽധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. രാസക്രീഡ എന്ന ഈ മഹാത്മ്യമേറിയ രാസപഞ്ചാധ്യായി ഭഗവാന്റെ ശ്രീപാദങ്ങളിൽ സമർപ്പിക്കണം. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.